കോൺഗ്രസ് വിട്ട് വന്ന മമത ഏറെക്കുറെ ഇതുപോലെ തല്ലുകൊണ്ട് ഇരുന്ന ആൾ തന്നെയായിരുന്നു. അവർ ഈ പറഞ്ഞ പോലെ തല്ലുകൊണ്ട് കിടക്കുന്ന പടങ്ങളൊക്കെ ഉണ്ട്, ശരിയാണ്. ഇപ്പം നന്ദിഗ്രാമും സിംഗൂരുമൊക്കെ അവർ രൂപീകരിച്ച TMCയിലെ അണികൾ കൂടി തല്ലുകൊണ്ട ഒരു ചരിത്രം അതിൻ്റെ ഭാഗമായിട്ട് കൂടിയുണ്ട്. അത് നമുക്ക് വായിച്ചെടുക്കാം എന്തായാലും. പക്ഷേ ആ 34 കൊല്ലത്തെ ഭരണത്തിനൊടുവിൽ TMC അധികാരത്തിലേറുകയാണ്. അതെങ്ങനെ അധികാരത്തിലേറുന്നു? ഞാൻ ഈ ചരിത്രത്തിൻ്റെ ഒരു ആവർത്തനം പറയുകയാണ്. അധികാരത്തിലേറുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും കമ്മ്യൂണിസ്റ്റ് സർക്കാർ അന്ന് എടുത്ത ചില നയങ്ങളുടെ ഭാഗമായി അവരുടെ നടപടിക്രമങ്ങളിലെ അതൃപ്തി, കാലാകാലങ്ങളായി അവിടെ ഭരണത്തിലുള്ള മുരടിപ്പുണ്ട് എന്നുള്ള തരത്തിൽ ആളുകൾ വലിയ രീതിയിൽ വിമർശനം വരുന്നു, വലിയ അതൃപ്തി അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി നിലവിൽ അവിടെ TMC അധികാരത്തിൽ വരുന്നു. ഈ TMC അധികാരത്തിൽ വരുമ്പോൾ ഈ TMCയിലേക്കുള്ള വോട്ട് വരുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ടുകളാണ്, ന്യൂനപക്ഷ വോട്ടുകളും അല്ലാതുള്ള വോട്ടുകളും. തീർച്ചയായും ആ വോട്ടുകൾ ബാങ്ക് തന്നെയാണ് മമതയ്ക്കുള്ള വോട്ട് ബാങ്കായി മാറിയിരിക്കുന്നത് ആ പാർട്ടിയുടെ. അതുമാത്രവുമല്ല, അതിനു മുമ്പ് ഈ CPM ഭരണത്തിൽ വരുമ്പോൾ അതിനു മുമ്പുള്ള കോൺഗ്രസ്സുകാരുണ്ട് തല്ലുകൊണ്ട കുറേ പേര്, അവരുടെ കൂടെ വോട്ട് ബാങ്കാണല്ലോ നിലവിൽ മമതയ്ക്ക് വരുന്നു എന്നുള്ളത്. അതിനുശേഷം ആണ് നിലവിൽ മമത ഇത്ര കാലം അവിടെ ഭരിക്കുന്നത്. മമത എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് ഇത്രയും ദീദി അത്ര അത് കണ്ട് ഫയറാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അവരുടെ ഫിസിക്കൽ എന്ന് വെച്ചാൽ ശാരീരികമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അപ്പുറത്തേക്ക് അവരെടുക്കുന്നൊരു നിലപാടുകൾ എന്ന് പറഞ്ഞാൽ കല്ലിനെ പോലും ഭേദിക്കും എന്ന് പറയുന്നത് പോലെയുള്ള ഒരു നിലപാടാണല്ലോ അവർ എല്ലാ കാലത്തും സ്വീകരിച്ചിരുന്ന. ആളുകളെയും അതുപോലെ ചാർജ് ചെയ്ത് നിർത്താൻ അവർക്ക് എല്ലാ ഘട്ടത്തിലും കഴിഞ്ഞിരുന്നു എന്നുള്ളത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ കൊടുങ്കാറ്റിൽ ആന പാറിപ്പോകുന്നെന്ന് പറഞ്ഞതുപോലെ ഇങ്ങനൊരു ശുഷ്കിക്കലും TMCക്ക് വരുമെന്ന് നമ്മൾ ഇത്ര കണ്ട് പ്രതീക്ഷിച്ചിരുന്നില്ല. ചിലപ്പോൾ വന്നേക്കാം എന്നുള്ളതായിരുന്നല്ലോ വിലയിരുത്തൽ. എങ്കിൽ പോലും പല സ്ട്രാറ്റജിസ്റ്റും പറഞ്ഞിരുന്നത് ഇല്ല, TMC തന്നെ ഭരണം നിലനിർത്തും, പക്ഷേ BJP അവരുടെ വോട്ട് ഷെയർ ഉയർത്തും, കുറച്ചധികം സീറ്റുകൾ അവിടെ നേടിയെടുക്കും എന്നുള്ളതായിരുന്നു. പക്ഷേ ഇത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കൊടുങ്കാറ്റിൽ ആന പാറിപ്പോയതുപോലെയാണ് നിലവിൽ. അതിൽ തന്നെ ആ കൊടുങ്കാറ്റിൽ മമത പോലും തോൽക്കുന്നു എന്നുള്ളത്, അത് സുവേന്ദു അധികാരി അവരെ തോൽപ്പിക്കുന്നു എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ ഘട്ടത്തിലും മമത ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവും തീർച്ചയായും ഈ തോൽവിക്കുള്ളിൽ അവരൊരു മീറ്റിങ്ങുകൾ വിളിച്ചിട്ട് 80 MLA-മാരിൽ 60 പേരും വന്നിട്ടില്ല, 20 പേരെ വന്നിട്ടുള്ളൂ. അപ്പോൾ അവർക്കുള്ള അണികളെ നിലനിർത്താൻ ഇപ്പോൾ നിലവിലാകുന്നില്ല എന്നുള്ളതാണ്. കൂടെയുള്ള MLA-മാരെ പോലും നിലനിർത്താനാവുന്നില്ല എന്നുള്ളത്. പക്ഷേ അവർ പരിശോധിക്കേണ്ടത്, സ്വയം പരിശോധന നടത്തേണ്ടത് ഇവിടെയാണ്. കാരണം ബംഗാളിൽ എല്ലാ തവണയും ഇതുപോലെയുള്ള ദീർഘകാലത്തിന് ശേഷമുള്ള മാറ്റം സംഭവിച്ചിരിക്കുന്നത് ജനങ്ങൾക്ക് നേതൃത്വത്തിലുള്ള അതൃപ്തിയിലാണ്.